തൊഴിലാളി വർഗത്തിനായി ജീവിതം മാറ്റിവെച്ച സമരസഖാവിന്റെ പോരാട്ടങ്ങൾ അനുസ്മരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ആലപ്പുഴ വലിയ ചുടുകാട്ടിലും VSന്റെ പുന്നപ്രയിലെ വീട്ടിലും നടക്കുന്ന അനുസ്മരണ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, മറ്റ് CPM നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി ഷാജഹാൻ കൂടി ചേരുന്നുണ്ട്. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ VS നമ്മെ വിട്ടുപോയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ്. എങ്ങനെയാണ് അനുസ്മരണ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്? എപ്പോഴാണ് പരിപാടികളൊക്കെ തുടങ്ങുന്നത്? അവന്തിക, ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലാണ്. ഇവിടെയാണ് VSന്റെ ഒരു സ്മൃതി മണ്ഡപം ഉയർന്നിരിക്കുന്നത്. ഇത് ഇന്ന് അനാച്ഛാദനം ചെയ്യും. നമുക്കറിയാം, VS നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷമേ ആയുള്ളൂ എങ്കിലും VSന്റെ ഓർമ്മകൾ ഇപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും തുടിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ VSന്റെ വേർപാടിന് ശേഷം VS അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ വലിയ ചുടുകാട്ടിലേക്ക് കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തിനിടയ്ക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. VSനെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ കേന്ദ്രങ്ങളിലും VSന്റെ അനുസ്മരണ പരിപാടികളും പുഷ്പാർച്ചനയുമൊക്കെ തന്നെ നടക്കും. രാവിലെ 8 മണിയോടുകൂടിയാണ് ഇത്തരം പരിപാടികളൊക്കെ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത്. VSന്റെ വിശ്രമം കൊള്ളുന്ന ഈ യോടുകൂടി ഉയർത്തും. അതിനുശേഷം സമ്മേളനവും സംഘടിപ്പിച്ച് തൊട്ടടുത്ത് നിന്നും ഈ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ തൊട്ട് സമീപത്ത് നിന്നും വലിയ ഒരു പ്രകടനമുണ്ടാവും. ആ പ്രകടനം ഇവിടെ വന്നു ചേരുമ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അടക്കം പാർട്ടിയുടെ എല്ലാ നേതാക്കളും ഉണ്ടാവും. ഇവിടെയാണ് ഇന്ന് രാവിലെ ഇപ്പോൾ അനുസ്മരണ സമ്മേളനങ്ങളൊക്കെ നടക്കുക. ഇതോടൊപ്പം തന്നെ VSന്റെ വീട്ടിലും വെലിക്കകത്ത് വീട്ടിലും അനുസ്മരണ സമ്മേളനങ്ങളൊക്കെ നടക്കും. കാര്യം ഒട്ടനവധി ആളുകൾ VSന്റെ വീട്ടിലേക്ക് എത്തും. VS ഓണത്തിനാണേലും അതോടൊപ്പം തന്നെ പുന്നപ്ര വയലാർ വാർഷിക വാരാചരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വീട്ടിലെത്തുമ്പോൾ VSനെ കാണാനും കുശലം പറയാനുമൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും അടക്കം ഒട്ടനവധി ആളുകളാണ് എത്തുന്നത് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ VSന്റെ വീട്ടിലും അവിടെയും VSന്റെ ഒരു പ്രതിമ, പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതിമ അല്ലെങ്കിൽ അർത്ഥകായ പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെയും അനാച്ഛാദനം ഇന്ന് നടക്കും. എന്തായാലും വലിയ ഒരു VS എന്ന് പറയുന്ന ആ ഒരു വികാരം അത് ഉൾക്കൊണ്ടുകൊണ്ട് കേരളം അങ്ങോളം ഇങ്ങോളം VSന്റെ അനുസ്മരണം വലിയ രീതിയിലാണ് പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഷാജഹാൻ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എപ്പോഴാണ് അവരൊക്കെ എത്തുക? രാവിലെ 8 മണിയോടുകൂടിയാണ് ഇവിടെ പതാക ഉയർത്തലും അതിനുശേഷം അനുസ്മരണ സമ്മേളനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ രാവിലെ തന്നെ VSന്റെ അനുസ്മരണ പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കാൻ ആളുകളൊക്കെ എത്തി. നിങ്ങളൊക്കെ കയ്യൂരിന്ന് രാവിലെ എത്തി? രാവിലെ എത്തി, 3 മണിക്ക് എത്തിന്. VS എന്നുള്ള വികാരം അല്ലേ, അതൊരിക്കലും നമ്മളെ വിട്ടു പോകുന്നില്ല, വിട്ടുപോകില്ല. VSന്റെ വികാരം വിട്ടുപോകില്ല. ജീവനിലെടുത്തോളം കാലം ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങളിപ്പോൾ രാവിലെ വിയ്യൂരിൽ നിന്നൊക്കെ ഇവിടെ വന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷം. കയ്യൂരിൽ നിന്ന് ഇവിടെ എത്തിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷം. അതുതന്നെ നമ്മൾ കഴിഞ്ഞ VS മരിച്ച ദിവസം അതേപോലെ നമ്മൾ രാവിലെ എത്തുക. VSനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എത്തുമ്പോഴത്തേക്കുള്ള അവിടുത്തെ ജനങ്ങളുടെയൊക്കെ ഒരു വികാരം എങ്ങനെയായിരുന്നു? ജനവികാരം തന്നെയാണ് സഖാവെത്തിയാൽ. ജനസഹസ്രങ്ങളുണ്ടാവും. VSന്റെ പരിപാടി വന്നാൽ അങ്ങനെയാണ്, ഭയങ്കര ആള് ഭയങ്കരമായിട്ടുണ്ടാവും. പൊതുപരിപാടി നല്ല വിജയം. അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് വേറെ ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ല കയ്യൂര് അല്ല, കാസർഗോഡ് കണ്ണൂരിൽ നിന്നൊക്കെ ഒരുപാട് എത്തി. ഇവരുണ്ട് ഇവരൊക്കെ നീലേശ്വരത്തു നിന്നുള്ളവരാണ്. ഇവരൊക്കെ നിങ്ങളൊക്കെ എപ്പോൾ എത്തിയതാ? 4 മണിക്ക് എത്തി ഇവിടെ. VSന്റെ അനുസ്മരണ പരിപാടി പങ്കെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ വൈകുന്നേരത്തോടുകൂടി വന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വന്നു. ഒരിക്കലും നമുക്കൊന്നും മറക്കാൻ കഴിയാത്ത ഒരു 2 അക്ഷരമാണ് VS. മറക്കാൻ പറ്റാത്ത ഒരു പുതിയ മർദ്ദനങ്ങൾ അനുഭവിച്ച ഒരു സഖാവാണ്. ആ സഖാവിൻ്റെ ഓർമ്മ മുമ്പിലേക്ക് ഇന്ന് എത്തിച്ചേരുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്.
അവന്തിക ഇതാണ് VS. നമുക്ക് VSനെ കുറിച്ച് കൂടുതലൊന്നും തന്നെ പറയേണ്ട കാര്യമില്ല. കാര്യം കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് നിന്നും രാവിലെ തന്നെ ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഏതാണ്ട് 7 മണിക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ VSൻ്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നുമൊക്കെയുള്ള വടക്കൻ ജില്ലകളിൽ നിന്നുള്ള സഖാക്കൾ, പാർട്ടി സഖാക്കളൊക്കെ ഇവിടെ നേരിട്ട് വലിയ ചുടുകാട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടിയിലും പുഷ്പാർച്ചനയിലും പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. അവന്തിക.